എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതികുട്ടിയാണെങ്കിൽ അലീനയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീന ഇപ്പോൾ സ്വന്തം പപ്പയുടെ വീട്ടിലാണ് എന്ന് അറിയുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു രേവതികുട്ടി, ചേച്ചീനെ ഇങ്ങനെ ആദ്യം കണ്ട സമയത്ത് എങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ബാക്കി പറ ചേച്ചി, എനിക്ക് ശ്വാസം മുട്ടുകയാണ് എന്ന് പറയും. അപ്പോൾ അലീന പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ. അന്ന് സ്റ്റാൻലി ജോസഫ് ഇങ്ങനെ കടപ്പാട്ടൂർ വന്ന് അലീനയെ കണ്ടത് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നേ. പിന്നെ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിലാണല്ലോ ബാലചന്ദ്രമേനോൻ നിർത്തിയിട്ട് പറഞ്ഞത് സ്വന്തം പപ്പയുടെ അടുത്തേക്കാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം രേവതിക്കുട്ടീനോട് പറയുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ രേവതിക്കുട്ടിക്കാണെങ്കിലും ഭയങ്കര ഒരു പേടി കിട്ടും. അവിടെയും അങ്ങനെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ ചേച്ചി ചെന്നതിൻ്റെ പേരിൽ ഇങ്ങനെ കുടുംബകലഹം ഉണ്ടാവുമോ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അവരാരും ഇവിടെ ഇല്ല, അവരൊക്കെ മറ്റൊരു വീട്ടിലാണ്, ഇനി എന്താ ഉണ്ടാവുകയെന്നൊന്നും എനിക്കറിയത്തില്ല മോളെ. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒന്ന് നേരെ ഇരുട്ടി വെളുത്തു, അത്രേ എനിക്ക് അറിയത്തുള്ളൂ, എന്നാൽ പിന്നെ ഞാൻ വെക്കാട്ടോ, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് രേവതിക്കുട്ടി ഓടി ചെന്ന് ഗ്രേസമ്മയുടെ മാമച്ചേൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് അലീന ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്ന്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കും പാലായിന്നൊന്നുമല്ല, ഇപ്പോൾ അലീന ചേച്ചി വിളിച്ചത് കുളത്തുപുഴയിൽ നിന്നാണെന്ന് പറയും. അപ്പോൾ അവിടെ ആരാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഗ്രേസമ്മ. അതൊക്കെ വലിയൊരു കഥയാണെന്ന് പറയുമ്പോൾ മാമച്ചായൻ പറയാണ് കുറേ ആയി ഒരു കഥാപ്രസംഗം കേട്ടിട്ട് നീ പറഞ്ഞോ എന്ന് പറയും. ഇത് കഥാപ്രസംഗമല്ല, കഥാപ്രസംഗത്തിൽ പാട്ടുണ്ടാവുമല്ലോ, ഇതിലതൊന്നുമില്ല എന്ന് പറയും. എന്തായാലും നീ പറഞ്ഞോ എന്ന് പറയും. പിന്നീട് രേവതിക്കുട്ടി ഓരോരോ കാര്യങ്ങളങ്ങ് പറയാൻ തുടങ്ങുകയാണ് കേട്ടോ. സ്റ്റാൻലി ജോസഫ് എന്നുള്ളൊരു പട്ടാളക്കാരൻ ആഗ്രയിൽ വെച്ചൊരു മലയാളി പെൺകുട്ടീനെ സ്നേഹിച്ചു. അപ്പോൾ പട്ടാളക്കാർക്ക് സ്നേഹിക്കാനൊക്കെ സമയം ഉണ്ടാവുമെന്ന് മാമച്ചായൻ ചോദിക്കുമ്പോൾ ഈ പട്ടാളക്കാരൻ സമയം കണ്ടെത്തി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അങ്ങ് സ്നേഹിച്ചു. പക്ഷേ ആ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്ന് പറയും. അപ്പോഴേക്കും ഗ്രേസമ്മ പറയും ആ പെണ്ണിൻ്റെ പേരാണ് വൈജി. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ആൻറ്റിയുടെ ഉത്തരം ശരിയാണ്, അതുകൊണ്ട് എനിക്ക് 10 പോയിന്റ് കിട്ടിയിരിക്കുന്നു എന്ന് പറയട്ടോ. എന്നിട്ട് ബാക്കിയും കൂടെ മാമച്ചായൻ ഇങ്ങനെ രേവതിക്കുട്ടീനോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അവർക്കും അറിയാവുന്നതാണല്ലോ. ആഗ്രയിൽ നിന്ന് അവർ തിരിച്ചു വന്നു, വൈജയന്തി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച് ഓർഫനേജിലാക്കി. ആ പെൺകുഞ്ഞ് വളർന്ന് വലുതായി അതിൻ്റെ കുടുംബക്കാരെ കാണാൻ പോയ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ബൈഹാർട്ടാണ്, നീ ബാക്കി പറയേ എന്ന് പറയും. അപ്പോഴേക്കും അലീന വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടീനെ. അതേ വീണ്ടും അലീന ചേച്ചി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കോൾ എടുക്കുന്നത്. എന്നിട്ട് പിന്നീട് അലീന സംസാരിക്കുകയാണ്, മോളെ നീ സ്റ്റാൻലി ജോസഫ് എന്നുള്ള പേര് അവിടെ ആരോടും പറയരുത് കേട്ടോ, സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എവിടെയും പറയരുത് എന്ന് പറയും. അയ്യോ അലീന ചേച്ചി, ഞാനിപ്പോൾ അത് മാമച്ചനങ്കിളിനോടും ആൻറ്റിയോടും പറഞ്ഞു പോയല്ലോ, അവരോട് പറഞ്ഞു വെച്ചിട്ട് കുഴപ്പമില്ല, പക്ഷേ കടപ്പാട്ടൂരും കൊല്ലപ്പള്ളിയിലും ഇങ്ങനെ സ്റ്റാൻലി ജോസഫ് എന്ന പേര് അറിയുന്നവർ കുറേ ഉണ്ട്, അതുകൊണ്ട് അവരോടൊന്നും പറയരുത് എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി അത് ഞാൻ ഏറ്റവും എന്ന് പറയും. എന്നിട്ട് ഞാൻ ആൻറ്റിക്ക് ഫോൺ കൊടുക്കാൻ നേരിട്ട് തന്നെ സംസാരിച്ചു എന്ന് പറയും. അങ്ങനെ പിന്നെ അലീന സംസാരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ മോളെ നീ ഇപ്പോൾ എവിടെയെന്ന് ചോദിക്കും. ഞാൻ ഇപ്പോൾ കുളത്തുപുഴയാണ്. അപ്പോൾ രേവതിക്കുട്ടി ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലാണെന്ന് പറയേ. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് മോളെ അതെ എൻ്റെ സ്വന്തം പപ്പയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഗ്രേസമ്മയും ഭയങ്കര അത്ഭുതത്തോടു കൂടി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കണ്ടുപിടിച്ച് എന്നെ ഇവിടെ കൊണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലൂടെ ഇങ്ങനെ വരണം എന്നാണ് വിചാരിച്ചിരുന്നത്, അങ്കിളിനെയും ആൻറ്റീനെയൊക്കെ കണ്ട് യാത്ര പറയണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പിന്നെ അച്ഛൻ ഇങ്ങനെ വയ്യല്ലോ, കുറേ ദൂരം ഡ്രൈവ് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ ഇങ്ങനെ പോന്നപ്പോൾ പറയാൻ പറ്റിയില്ല, സോറിയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മാമച്ചായനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. മാമച്ചായനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്കിളിന് സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞ് പേര് കേട്ടതായിട്ടോ എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ, ആളെ അറിയാവോ, അങ്കിളും പട്ടാളത്തിലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട് ആ പേര് എവിടെയോ കേട്ട പോലെ തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീന കോള് കട്ട് ചെയ്യും, പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മാമച്ചായൻ്റെയും ഗ്രേസമ്മയുടെയും വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നീട് ഗ്രേസമ്മയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ ബാലചന്ദ്രൻ ഒരു സംഭവം തന്നെയാണ്, അവളുടെ സ്വന്തം പപ്പയുടെ അടുത്ത് തന്നെ അയാളെ കണ്ടെത്തി കൊണ്ട് അവിടെ ഏൽപ്പിച്ചു കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ബാലചന്ദ്രനെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. പിന്നീട് മാമച്ചായൻ സ്റ്റാൻലി ജോസഫ് എന്നുള്ള പേര് എവിടെയോ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അപ്പോൾ അദ്ദേഹം ആരാന്ന് ഇങ്ങനെ ഓർത്തെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഗ്രേസമ്മയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ആ പേര് കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ എന്ന്, അങ്ങനെ ഒരു പട്ടാളക്കാരനെ അറിയാമോ എന്ന് നോക്കുമ്പോൾ എനിക്ക് ആകെ ഒരു പട്ടാളക്കാരനെ അറിയത്തുള്ളൂ, അത് മാമച്ചായനാണെന്ന് പറയും കേട്ടോ. മാമച്ചായൻ കുറേ ആലോചിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷെറിൻ്റെ ചേട്ടനാണല്ലോ സ്റ്റാൻലി ജോസഫ്. അപ്പോൾ അങ്ങനെ അവർക്ക് അത് കേട്ട് നല്ല പരിചയം ഉണ്ടായിരിക്കും, പക്ഷെ മറന്നുപോയതാണ്. പിന്നീട് അലീനയാണ് കാണിക്കുന്നത്. അലീന അവിടെയുള്ള ആ പട്ടികളുടെ കൂടെയൊക്കെ സെൽഫി എടുക്കുകയാണ്. അലീന പട്ടികളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്, എനിക്കിവിടെ വേറെ ജോലിയൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറച്ച് സഹിക്കൊക്കെ വേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ഇങ്ങനെ അവരോട് സംസാരിക്കുന്നത്. എന്നിട്ട് ഫോട്ടോ എടുത്ത് ബബിതയ്ക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം പൗലോസും ബൈജു അവിടെ നിന്നിട്ട് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ. ഇതെങ്ങനെ സംഭവിച്ചു, പുറത്തുനിന്ന് ആരെങ്കിലും അറിയാത്ത ആരെങ്കിലും കണ്ടാൽ കടിച്ചു കീറാൻ ചെല്ലുന്ന പട്ടികളാണ്, ഇതിപ്പോൾ അലീനയായിട്ട് നന്നായിട്ട് ഇണങ്ങിയാണല്ലോ അവർ നിൽക്കുന്നത്, അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വലിയൊരു അത്ഭുതം തന്നെയാണ് എന്ന് പൗലോസ് ആണെങ്കിലും പറയുന്നുണ്ട്. ഇവിടെ ഒരു സിനിമ ഷൂട്ടിങ്ങിന് കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന ആളെ കടിച്ചു കീറാൻ ചെന്നു, ആ
അലീനയുടെ അടുത്ത് കൂടെ സൈഡിൽ കൂടെ പോയ മണകുണാഞ്ചൻ ഇപ്പൊ അവളുടെ പിറകെ നടക്കുന്നുണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവർ സംസാരിക്കുകയാണ്. ബൈജുവും പറയുന്നുണ്ടായിരുന്നു, ബൈജു ആദ്യമായിട്ട് വന്ന സമയത്ത് ബൈജുവിനെയും ആ പട്ടി ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ കടിക്കാനൊക്കെ ചെന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബൈജു ഇങ്ങനെ കേണൽ സാബ് വരുന്നവരെ മരത്തിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് ആൻ്റപ്പനോട്. പിന്നീട് എന്തായാലും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആ പെണ്ണിനോട് തന്നെ ചോദിച്ചു നോക്കാമെന്ന് ഇങ്ങനെ ബൈജു ഒറ്റയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് വൈജയന്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ വൈജയന്തി അവിടെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൃഷ്ണി ബബിതയെ ഇങ്ങനെ ഇരുന്നിട്ട് അലീന അയച്ചു കൊടുത്ത ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ചിരിച്ചൊക്കെ സംസാരിക്കുന്നത് വൈജയന്തിക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ കുറേ ആയല്ലോ, നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ലേ നോക്കി. അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനെ പഠിക്കാനുള്ള ടൈം ആയിട്ടില്ല, സ്റ്റഡി ടൈം ആയിട്ടില്ല എന്ന് ബബിത പറയുമ്പോൾ എന്ത് ടൈം എന്നിങ്ങനെ വൈജയന്തി എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് പറയും, സ്റ്റഡി ടൈം ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ സ്റ്റഡി ടൈം ആകുമ്പോൾ ഞങ്ങൾ പഠിക്കാനിരിക്കും എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്താ തലയിൽ കയറത്തില്ലേ, ആ സമയത്ത് പഠിച്ചാൽ മാത്രമേ തലയിൽ കയറത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുകയാണ്. പിന്നെ അമ്മയുടെ സൗകര്യത്തിനാണ് ഞങ്ങൾ പഠിക്കുന്നത്, അപ്പോൾ അമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അമ്മ ഇവിടെ ഉള്ളപ്പോഴും ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, പിന്നെ എന്താ അമ്മയ്ക്ക് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ബബിതയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട്, അപ്പം നീ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ എല്ലാം ശരിയാക്കി തരാം എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ വൈജയന്തി. എന്നിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് പോവേ. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ അമ്മേനോട് വഴക്കിടരുതെന്ന്, പിന്നെ എന്തിനാ ബബിതേച്ചി വെറുതെ അമ്മേനോട് വഴക്കിടാൻ ചെല്ലുന്നത് എന്ന് നോക്കി. അപ്പം നീ പറഞ്ഞത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, പിന്നെ എന്നോട് മാത്രം എന്തിനാ എത്ര ദേഷ്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ ബബിത പറയാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഇതുവരെ ബബിതേച്ചിക്ക് മനസ്സിലായില്ലേ, ബബിതേച്ചി അമ്മയുടെ മാനസപുത്രി ആയിരുന്നല്ലോ, ഇപ്പോൾ ഇങ്ങനെ അത് മാറിയല്ലോ, ബബിതേച്ചി നന്നായത് അമ്മയ്ക്ക് പിടിക്കുന്നില്ല അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയൂ കേട്ടോ. ഓ, ഇത് വല്ലാത്തൊരു കണ്ടുപിടുത്തമായി പോയി, ഞാൻ അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്, എനിക്കൊരു മാറ്റവും ഇല്ല എന്നിങ്ങനെ ബബിത പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അവർ ബാക്കി ഫോട്ടോസ് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ബാക്കി ഫോട്ടോസും കൂടെ നോക്കുന്നുണ്ടായിരുന്നേ. അപ്പോഴാണ് ബാലേന്ദ്രൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്. വൈജയന്തി അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വൈജയന്തിനെ ഒന്ന് നോക്കിയിട്ട് മക്കളുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും കൂടെ ഇവിടെ ഒരു ഗൂഢാലോചന എന്നപ്പോൾ ബബിത പറയും, ഒരു ഗൂഢാലോചന ഇല്ല, ഞങ്ങൾ അലീന ചേച്ചി അയച്ചെന്ന ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുക. അപ്പോൾ വൈജയന്തി ആണെങ്കിലും ഇവരിത് പറയുന്നത് അങ്ങ് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ഓ, അലീന അയച്ച ഫോട്ടോസാണോ, ഓ ഒന്ന് കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രനാണെങ്കിലും വൈജയന്തിനെ കാണിക്കാൻ വേണ്ടി തന്നെ അങ്ങനെ പറയുന്നതാണ് കേട്ടോ. ഇടയ്ക്ക് വൈജയന്തിനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഫോൺ അങ്ങ് വാങ്ങിച്ച് നോക്കി. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, രാവിലെ തന്നെ പട്ടികളുടെ കൂടെ ഫോട്ടോഷൂട്ടാണെന്ന് തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയുമോ, ഇവന്മാരുടെ കൂടെ ആയിരുന്നോ, ഇവന്മാരെ ഞാനല്ലേ ആദ്യം കണ്ടത്, അകത്തേക്ക് കയറണമെങ്കിൽ ഇവന്മാരുടെ പെർമിഷൻ എടുക്കണം ആദ്യം. അപ്പം ഞാനും ഗോവർദ്ധനും കൂടെ പോയ സമയത്ത് ഗോവർദ്ധനാണെങ്കിൽ ഇങ്ങനെ കാറിൻ്റെ ഡോറും തുറന്ന് പിടിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു, ഇവന്മാർ കടിക്കുമെന്ന് വിചാരിച്ചിട്ട് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എന്നിട്ടാണോ അലീന ചേച്ചിയുമായിട്ട് ഇങ്ങനെ മുട്ടിയിരുമ്പോൾ നിൽക്കുന്നത് അവർ എന്നിങ്ങനെ കൃഷ്ണ ചോദിക്കുമ്പോൾ, അലീനയ്ക്ക് ഇങ്ങനെ പണ്ടേ നായ്ക്കളോട് ഭയങ്കര ഇഷ്ടമാണല്ലോ, റിങ്കുവിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, പിന്നീട് ആ പ്ലാന്ററോടുള്ള ആ ഒരു ബോണ്ട് ചിലപ്പോൾ ആ നായ്ക്കൾക്ക് അലീനയോടും തോന്നിക്കാണോ, ഒരു സ്പെഷ്യൽ ബോണ്ട് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി കേൾക്കാൻ പാകത്തിന് അങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അലീന ചേച്ചി അവിടെ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി, അലീന ചേച്ചി ഹാപ്പി അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനോട്. അവൾ ഹാപ്പി ആയിരിക്കും എന്ന് നമുക്കൊന്ന് വിളിച്ചു നോക്കാം അലീനനെ എന്ന് പറയേ. എന്നിട്ട് ബാലേന്ദ്രൻ തന്നെയാണ് കേട്ടോ അലീനനെ വിളിക്കുന്നത്. കോളെടുത്ത് അച്ഛാന്ന് വിളിച്ചുകൊണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അച്ഛനെ എപ്പോൾ എത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ രാവിലെ എത്തി എന്ന് പറയപ്പോഴേക്കും ബബിത പറയും, ഞാനിവിടെ ഉണ്ട്, അച്ഛൻ മാത്രമല്ല എന്ന്. അപ്പോൾ കൃഷ്ണമോളും പറയട്ടെ, ഞാനും ഉണ്ടേന്ന്. അപ്പോൾ നിങ്ങളും ഉണ്ടോ, അല്ല പിള്ളേരെ നിങ്ങൾക്ക് സ്റ്റഡി ടൈം അല്ലേ, ഞാൻ പോകുന്നത് കൊണ്ട് അതൊക്കെ നിർത്തിയോ എന്നിങ്ങനെ അലീന ചോദിക്കും. ബബിത പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ വന്നതുകൊണ്ട് എക്സ്ട്രാ ടൈം എടുത്തതാണ്, ഞങ്ങളിപ്പോൾ തന്നെ പഠിക്കാൻ പോകുമെന്ന് പറയും. അപ്പോൾ അലീന അവരോട് പോയി പഠിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറയും, എന്നാൽ ഞങ്ങൾ ബ്രേക്ക് എടുക്കുമ്പോൾ വിളിക്കാം കേട്ടോ എന്ന്. എന്നിട്ട് പിന്നീട് അവർ പോകാൻ തുടങ്ങുമ്പോഴേക്കും ബബിത ചോദിക്കുകയാണ്, ഒരു കാര്യം കൂടെ, ഞങ്ങൾ എന്നാ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതെന്ന് നോക്കിയോട്ടോ അലീനയോട്, അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ, ആദ്യം അച്ഛൻ്റെ പെർമിഷൻ എടുത്തോണം എന്നിങ്ങനെ അലീന പറയൂ കേട്ടോ. അപ്പം അച്ഛൻ സമ്മതിക്കും. എന്നിട്ട് പിന്നീട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ എന്നാ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കാം, അതിനൊക്കെ ഇനിയും സമയമുണ്ട്, ഇപ്പോൾ നിങ്ങൾ ചെന്ന് പഠിക്കാൻ നോക്ക്, നിങ്ങളുടെ അടുത്ത പണി നോക്കുക എന്ന് പറയൂ കേട്ടോ. അപ്പോൾ കൊണ്ടുപോകാന്നൊക്കെ അങ്ങനെ ബാലേന്ദ്രൻ സമ്മതിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൽ അവർ അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നീട് അലീനയും ബാലേന്ദ്രനും സംസാരിക്കുകയാണ്, മോളെ പറയേ ഉറക്കൊക്കെ ശരിയായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ അലീന പറയൂ കേട്ടോ. പിന്നീട് അവരങ്ങ് റൂമിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് രണ്ടുപേരോടും അവിടെ നിൽക്കാൻ പറയൂ കേട്ടോ. വൈജയന്തി, നിങ്ങൾക്ക് ഇങ്ങനെ അവളുടെ അടുത്തിട്ട് എഴുന്നള്ളാതെ എന്താ ജീവിക്കാൻ പറ്റത്തില്ലേ, നിങ്ങൾക്ക് നാണും മാനമുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ദുർനടപ്പ് കാരണം പുറത്താക്കിയ ഒരു വേലക്കാരിയുടെ അടുത്ത് ചെന്നിങ്ങനെ അളിഞ്ഞു കയറാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയാൽ ഇപ്പം എന്താ കുഴപ്പം എന്ന് ബബിത തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തിനോട്. അപ്പോൾ ഞാൻ പറയുന്നതും കേട്ട് മാനം മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചോണം, തോന്നിയാസമാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഈ വീടിന് പുറത്ത് ഇവിടെ പറ്റത്തില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ വൈജയന്തിനോട് ബബിത ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണോ അമ്മ ഇവിടുന്ന് പോയത്, എന്നിട്ട് അമ്മ ഒരു മടിയില്ലാതെ കയറി വന്നല്ലോ എന്ന് പറഞ്ഞവർ തർക്കിക്കാൻ നിൽക്കും കേട്ടോ. അപ്പോൾ
ബാലേന്ദ്രൻ ഇങ്ങനെ എന്താ അവിടെ ഒരു തർക്കം നോക്കി. അപ്പോൾ കൃഷ്ണമോൾ ഒന്നുമില്ല വെച്ചാൽ പഠിക്കുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഭവതിനെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ, റൂമിൽ കയറി. എന്നിട്ട് വൈജയന്തിൻ്റെ അടുത്തേക്ക് ബാലേന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നേര് നിറയുള്ള പിള്ളേരാണ്, എന്നോട് സംസാരിക്കുന്ന പോലെ അവരോട് സംസാരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല, അവരുടെ അടുത്ത് നിന്ന് നന്നായിട്ട് തിരിച്ചു കിട്ടും എന്ന്. അപ്പോഴേക്കും വൈജയന്തി ബാലേന്ദ്രനോട് എന്തോ പറയാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയും, എന്നോട് മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ ഫോണിലാണെന്ന് പറഞ്ഞിട്ട് അലീനയോട് സംസാരിച്ച് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ വൈജയന്തി ആണെങ്കിലും റൂമിലേക്ക് അങ്ങ് കയറി വാതിലടയ്ക്കുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും അലീനയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മുകളിലേക്ക് കയറി പോവാണ്. അത് കഴിഞ്ഞ് സ്റ്റാലിൻ്റെ പപ്പ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നീ ഇങ്ങനെ ആരോടും പറയാതെ എന്തിനാ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നത്? അന്ന് ഞാൻ ഇങ്ങനെ നിന്നോട് പറഞ്ഞതല്ലേ ആ നിനക്ക് അങ്ങനെ ഒരു മകളില്ലാന്ന് നീ അങ്ങ് വിചാരിച്ചേക്കണമെന്ന്, പിന്നെ നീ എന്നാ പണി കാണിച്ചത്? ഇനിയിപ്പോൾ ആരോടൊക്കെ സമാധാനം പറയണം? നിന്റെ ഭാര്യയോടും മക്കളോടും അതുപോലെ തന്നെ നിന്റെ കൂടപ്പിറപ്പുകളോടും, അവർക്കും മക്കളുണ്ട്, അവരോടൊക്കെ സമാധാനം പറയണ്ടേ? ഇതിപ്പോൾ വലിയ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ശരി മാത്രമേ നോക്കിയുള്ളൂ, ഞാൻ അപ്പച്ചനോട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞതല്ലേ അവളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരണ്ട എന്നുള്ളത്. ഇനിയിപ്പോൾ പള്ളിക്കാരോടും അതുപോലെ തന്നെ പത്രക്കാരോടും ഒക്കെ സമാധാനം പറയണ്ടേ? നീ ആ പെണ്ണിനെ വിളിച്ചു കൊണ്ടുവന്നത് ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കി. അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് സ്റ്റാൻലി പറയുന്ന സമയത്ത്, നീ ഇങ്ങനെ നിന്റെ വീട്ടിലുള്ള പണിക്കാരോട് പറഞ്ഞില്ലേ നിന്റെ മകളാണ് അവളെന്ന് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഞാനത് പറഞ്ഞില്ലെങ്കിൽ അവർ വേറെ കഥകൾ ഉണ്ടാക്കും, അതുകൊണ്ട് ഇതന്നെയല്ലേ ബെറ്റർ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ സ്റ്റാൻലി ആണെങ്കിലും അപ്പച്ചനോട്. അപ്പോൾ അപ്പച്ചനാണെങ്കിൽ അലീനനെ വിളിച്ചു കൊണ്ടുവന്നത് അത്രയ്ക്ക് അങ്ങ് പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ സ്റ്റാലിനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഓരോന്ന് പറയാണ് കേട്ടോ, എന്ത് വിവരക്കേടാ കാണിച്ചെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ട്. അലീനയോട് ഇങ്ങനെ സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ അന്ന് ഇവിടെ ബാലേന്ദ്രനും നീയും കൂടെ വന്ന സമയത്ത് ഒരുപാട് തവണ അയാളെ അച്ഛാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു, പക്ഷേ നീ എന്നെ പപ്പ എന്ന് വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീനയ്ക്കാണെങ്കിലും എന്തോ ഒരു സങ്കടമൊക്കെ തോന്നിയിട്ട് പിന്നീട് ഭയങ്കര സ്നേഹത്തിലും ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ അലീനയാണെങ്കിലും സ്റ്റാൻലിനോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് അലീനയെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഔദക്കുട്ടിച്ചായൻ സ്റ്റാൻലിയുടെ പപ്പ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്.